VM വ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റിയൽമിയുടെ ഒരു ഫിറ്റ്നസ് ബാൻഡാണ്. ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് വാച്ച് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വരുന്ന റീചാർജിങ് കേബിളുകളോ മറ്റ് ഐറ്റങ്ങളും ഒന്നും തന്നെ ഇല്ല. പിന്നെ അതിൻ്റെ കൂടെ വരുന്ന യൂസർ മാനുവൽ, ഇത് മാത്രമേ ഉള്ളൂ ആ ബോക്സിനകത്ത് ഉള്ളത്. വാച്ചിൻ്റെ പുറകിലായിട്ട് കാണുന്നതാണ് ഹാർട്ട് ബീറ്റ് സെൻസർ ലൈറ്റ്. ഈ വാച്ച് നമുക്ക് റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു USB പോർട്ടുണ്ട്. അത് സ്ട്രാപ്പ് വലിച്ചുരുങ്ങിൽ മാത്രമേ നമുക്കത് കാണാൻ സാധിക്കുകയുള്ളൂ. ഇതേപോലെ നമ്മൾ അഡോപ്റ്ററിൽ കുത്തിയാൽ മതി, അത് ചാർജ് ആയിക്കോളും. ഇതിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് 0.96 ഇഞ്ചാണ്. 5 ടൈപ്പ് ഇതിൻ്റെ വാച്ച് ഫേസ് നമുക്കിത് സെറ്റ് ചെയ്യാൻ കഴിയും. ഇത് മറ്റ് ബാൻഡുകളെ പോലെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു കേബിൾ ഇതിൻ്റെ കൂടെ ഇല്ല. ഫോൺ നമുക്ക് ഈ ബാൻഡുമായിട്ട് പെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് റിയൽമി ലിങ്ക് എന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ വാച്ചുമായിട്ട് ഈ ഫോൺ നമുക്ക് പെയർ ചെയ്യാൻ സാധിക്കും. വാച്ചിൻ്റെ ഈ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ ആപ്ലിക്കേഷനിലൂടെയാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കിതിനകത്ത് 9 സ്പോർട്സ് മോഡുകളുണ്ട്. അതിൽ ക്രിക്കറ്റ് മോഡ് എന്ന് പറയുന്ന ഒരു മോഡുണ്ട്. അത് നമ്മൾ ഇപ്പോൾ വാച്ച് കയ്യെ കെട്ടിക്കൊണ്ട് ക്രിക്കറ്റൊക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കലോറി ബേൺ ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് ഇതിനകത്തൂടെ അറിയാൻ പറ്റും. ഈ വാച്ച് നമ്മുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ഓരോ 5 മിനിറ്റിലും നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ വഴി അറിയാൻ സാധിക്കും. ഈ വാച്ചിലൂടെ നമുക്ക് ഇൻകമിങ് കോള്, മെസ്സേജ് നോട്ടിഫിക്കേഷൻ, ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് അറിയാൻ സാധിക്കും. ഈ വാച്ചിൻ്റെ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും വാച്ചിനകത്തൂടെ സാധിക്കത്തില്ല. നമുക്ക് ഈ ആപ്ലിക്കേഷനകത്തൂടെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും അല്ല, ഈ ആപ്ലിക്കേഷൻ മാത്രം സാധിക്കുന്നതാണ്. സ്വിമ്മിങ്ങിനൊക്കെ പോകുന്നവർക്ക് ഈ വാച്ച് വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ മഴയത്തൊക്കെ കൊണ്ടുപോയാൽ നമ്മൾ ഈ വാച്ച് കൊണ്ടുപോയാൽ ഉള്ളിൽ വെള്ളം കയറുകയില്ല. ഇത് റിയൽമി കമ്പനി ഫസ്റ്റായിട്ട് ഇറക്കിയ ഒരു സ്മാർട്ട് ബാൻഡാണ്. അതുകൊണ്ട് തന്നെ പല പല പോരായ്മകളും അതിനകത്തുണ്ട്. എന്നിരുന്നാലും ഈ ബാൻഡ് നല്ലൊരു ബാൻഡ് തന്നെയാണ്. ഔട്ട്ഡോർ വിസിബിലിറ്റി ഈ വാച്ചിന് വളരെ കുറവാണ്. ഈ വാച്ചിൻ്റെ ചാർജ് ഒരു 2 ആഴ്ച വരെയൊക്കെ നമുക്ക് ഇതിനകത്ത് നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഫുൾ സ്ക്രീൻ ടച്ച് ഡിസ്പ്ലേ അല്ല. അതിൻ്റെ താഴെ കാണുന്ന ഒരു ഭാഗം മാത്രമാണ് അതിൻ്റെ ടച്ച് ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുക. ഈ വാച്ചിനെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വാച്ച് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പം മറ്റൊരു നല്ല വീഡിയോ കാണാം എന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്, പ്രിൻസ് ജോർജ്.